बस रहे थे यहीं सल्जूक भी तुरानी भी। अहले चीन चीन में, ईरान में सासानी भी। इसी मामूरे में आबाद थे यूनानी भी। इसी दुनिया में यहूदी भी थे नसरानी भी। पर तेरे नाम पे तलवार उठाई किसने? बात जो बिगड़ी हुई थी वो बनाई किसने? ഈ ഭൂമിയിൽ തൗറാനികളും സൽജൂക്കികളും വസിച്ചിരുന്നു. ചൈനയിൽ ചൈനക്കാരും ഇറാനിൽ സാസാനികളും ജീവിച്ചു. ഗ്രീക്കുകാർ അവരുടെ പ്രദേശങ്ങളിൽ താമസിച്ചു. ജൂതരും ക്രൈസ്തവരുമൊക്കെ ഈ ഭൂമിയിൽ തന്നെയാണ് ജീവിച്ചത്. എന്നാൽ നിന്റെ നാമത്തിൽ വാളെടുത്തത് ആരായിരുന്നു? ചിതറിപ്പോയ സത്യപ്രസ്ഥാനത്തെ പുനഃസംഘടിപ്പിച്ചതും ആരായിരുന്നു? അനേകം ഗോത്രങ്ങളും ഗോത്ര നേതാക്കളും കഴിഞ്ഞുപോയി. അവരുടെ രക്തവും മജ്ജയും മാംസവും ഞങ്ങളുടേതിന് തുല്യമായിരുന്നു. തുർക്കി ഇസ്ലാമിന്റെ കളിത്തൊട്ടിലാവുന്നതിന്റെ മുമ്പ് സൽജൂക്കികളായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത്. 1043 ഇവർ ഖുറാസാനിൽ വേരുറപ്പിച്ചു. 12 വർഷത്തിന് ശേഷം ഇവരുടെ നേതാവ് തുഗ്റുൽ ബഗ്ദാദിൽ പ്രവേശിച്ചു. അൽവ് അർസ്ലാൽ, മാലിക് ഷാ, സുൽത്താൻ സഞ്ചർ എന്നിവർ തുഗ്റുൽ ബഗ്ദിന്റെ പിൻഗാമികളാണ്. അൽപ് അർസ്ലാൽ ഏഷ്യ മൈനർ കീഴടക്കുകയും ഗ്രീക്കുകാർക്കെതിരെ ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തുകയും ചെയ്തു. പക്ഷേ സൽജൂഖി ഭരണത്തിന് ഒരു വ്യവസ്ഥയും ഉണ്ടായിരുന്നില്ല. ആഭ്യന്തര കുഴപ്പങ്ങൾ സൽജൂഖി ഭരണത്തിൽ അനേകമുണ്ടായി. കിർമാനിലും ഇറാഖിലും എതിർഭരണങ്ങൾ വരെ നിലവിൽ വന്നു. അൽബുർഡ് പർവ്വതത്തിലെ അലറൂത്ത് കോട്ടയിൽ വാണിരുന്ന ഹസൻ സ്വബാഹിന്റെ ഹഷാഷുൻ പ്രസ്ഥാനക്കാരെ തടഞ്ഞു നിർത്താൻ അവർക്കായില്ല. സൽജൂഖി സുൽത്താൻ അൽപ് അർസ്ലാലിന്റെ മന്ത്രിയായിരുന്ന നിവാമുൽ മുൽക്കിനെ വധിച്ചുകൊണ്ട് അസാസിനുകൾ തങ്ങളുടെ സ്വാധീനം ശക്തിപ്പെടുത്തി. അൽബുർസ് മുതൽ മെഡിറ്ററേനിയൻ വരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അസാസിനുകൾ ഇസ്മായിലി ശിയകളിൽപ്പെട്ട വിഭാഗമായിരുന്നു. ഇസ്ലാമിന്റെ ആഗമനകാലത്ത് പൗരസ്ത്യ നാടുകളിൽ പ്രബലങ്ങളായ 2 സാമ്രാജ്യത്വ ശക്തികളായിരുന്നു സിറിയ, ജോർദാൻ, ഫലസ്തീൻ, ഈജിപ്ത്, ലബനാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ ആധിപത്യമുറപ്പിച്ചിരുന്ന സാമ്രാജ്യത്വവും ഇറാഖിലും മശ്രിഖിലും മേധാവിത്വം പുലർത്തിയിരുന്ന പേർഷ്യൻ സാമ്രാജ്യവുമായിരുന്നു അവർ. സാസാനിയൻ ചക്രവർത്തിമാരാണ് പേർഷ്യ ഭരിച്ചിരുന്നത്. ക്രിസ്താബ്ദം 226 സാസാനിയൻ കാലഘട്ടത്തിന് തുടക്കം കുറിച്ചു. അർദശീർ ബാദഖാണ് അതിന്റെ സ്ഥാപകൻ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാസാനിയൻ സാമ്രാജ്യം പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലമായപ്പോഴേക്കും ക്ഷയിച്ചു വന്നു. ജൂതരും ക്രൈസ്തവരും വാണരുളിയ ഭൂമിയിൽ അവരും ആധിപത്യം സ്ഥാപിക്കുന്നു. ഫലസ്തീന്റെ മണ്ണ് കയ്യേറി ഇസ്രായേൽ എന്ന രാഷ്ട്രം പണിത ജൂതന്മാർ ഫലസ്തീനികളെ ജീവിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ക്രൈസ്തവരാണ് ജനസംഖ്യയിൽ ഭൂരിഭാഗവും. അവരാണ് ലോകമിന്ന് അടക്കി വാഴുന്നത്. മുസ്ലിം പ്രതാപങ്ങളൊക്കെ ക്ഷയിച്ചുപോയി. അള്ളാഹുവിന്റെ മാർഗത്തിൽ വാളെടുത്തത് മുസ്ലിങ്ങളായിരുന്നു. അവരാണ് ഇസ്ലാമിന്റെ വെന്നിക്കൊടി ഇവിടെ നാട്ടിയത്. ധിക്കാരികളായ സാമ്രാജ്യത്വ അധിപന്മാരെ എടുത്തു കാണിച്ചാണ് ഇഖ്ബാൽ പരാതി ഉന്നയിക്കുന്നത്.